നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ നിന്റെ മുത്തശ്ശിയാ. എന്റെ മോൾ എന്നെ മറന്നോ? മുത്തശ്ശിയാ മോളെ. ഇത്ര പെട്ടെന്ന് ഈ മുത്തശ്ശി മോള് മറന്നു കളഞ്ഞല്ലോ. ഈ മുത്തശ്ശിയെ രക്ഷിച്ചതൊക്കെ മോള് മറന്നോ? എത്രയോ രാത്രികൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നല്ലേ എന്റെ മോൾ ഉറങ്ങിയത്. മുത്തശ്ശിയെ കൊണ്ട് കഥകൾ പറയിപ്പിച്ചില്ലേ. എന്റെ മോൾ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? മോളുടെ വീട്ടുകാരെയും പിന്നെ മോളുടെ മുത്തശ്ശിയെ പറ്റിയും എന്തെല്ലാം ഈ മുത്തശ്ശിയോട് പറഞ്ഞു. ദേ വല്യമ്മ ചൂട് ചായ കാലിലൊഴിച്ച കാര്യം മുത്തശ്ശി മരുന്ന് വെച്ചത് മോള് പറഞ്ഞു കേട്ടപ്പോ ഈ മുത്തശ്ശി എന്തോരം കരഞ്ഞു. മുത്തശ്ശി മുത്തശ്ശി ഇപ്പൊ മുത്തശ്ശിയെ മോൾക്ക് ഓർമ്മ വന്നോ? മുത്തശ്ശി ഞാൻ മറക്കോ? അയ്യോ മുത്തശ്ശി. മുത്തശ്ശി എവിടെയായിരുന്നു? മുത്തശ്ശി ഞാൻ പിന്നെ കണ്ടതേയില്ല. ഞാൻ മോളെയും കണ്ടില്ല. സഞ്ജുട്ടാ. അയ്യോ അയ്യോ മോളെ, എന്താ മോളെ? എന്താ പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ലച്ചു ലച്ചു മോളെ. ലച്ചു 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 അയ്യോ എന്താ മോനെ, നോക്കെന്താ പറ്റിയേ? അവൾക്ക് തിരിച്ചറിവ് വന്നു അങ്ങളെ. അങ്കിൾ ഡോക്ടറെ വിളിക്കേ. ലച്ചു ലച്ചു അമ്മേ വാ. ലച്ചു വാ ലച്ചു വരാൻ. ലച്ചു വെള്ളം തെളിക്ക്. കയ്യിലേക്ക് ഒഴിച്ചേ. ലച്ചു ലച്ചു വാ അമ്മേ. എന്താ അവൾക്ക് പറ്റിയത്? ദേ നമ്മൾ ഇനി ഇവിടെ നിക്കണ്ട. അമ്മ വാ. നീ എന്താ ഈ പറയുന്നത്? പോകാനോ? നമ്മൾ ഇനി ഇവിടെ നിക്കാൻ പാടില്ലമ്മേ. കൂടുതലൊന്നും അമ്മ ചോദിക്കാൻ നിക്കണ്ട. വന്നേ വാ. എന്താ പ്രഭേ? ഡോക്ടർ, പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം ഉണ്ടായി. ലക്ഷ്മിക്ക് ഓർമ്മ നഷ്ടമായ സമയത്ത് അടുപ്പമുള്ള ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് കണ്ടു. അവരോട് തിരിച്ചറിയുന്ന രീതിയിലാണ് അവള് ബിഹേവ് ചെയ്തത്. ഓ വെരി ഗുഡ്. പക്ഷേ ഉടനെ അവള് അൺകോൺഷ്യസ് ആയി വീണു. പ്രഭ വരൂ. സഞ്ജു, അമ്മ എവിടെ? അവളെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ചാ വന്നത്, ദക്ഷയുടെ അമ്മയെ. അല്ല, അവരവിടെ? ദക്ഷ അവരെയും കൊണ്ട് കടന്നു കളഞ്ഞായിട്ടാ തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.